Naia mai kapua naea Noi akano eino aea Tam 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 tigi tam tam taka tam 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 tigi tam tam taka tam 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 tigi tam tam taka tam 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 tigi tam tam ജോർജിയയിലെ തലസ്ഥാനമായ ടിബിലിസിയുടെ പകൽ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. രാത്രി കാഴ്ചകൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടുണ്ടായിരുന്നു. കാണാത്തവർ അത് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാർത്തിലിസ് ദേഡ അഥവാ മദർ ഓഫ് ജോർജിയ എന്ന പേരിലുള്ള പ്രശസ്തമായ ഒരു പ്രതിമയാണ് ഇത്. സെലോലാക്കി മലയിൽ ടിബിലിസി ജോർജിയ നഗരത്തെ മുഴുവനായി നോക്കി നിൽക്കുന്ന രീതിയിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഏകദേശം 20 മീറ്റർ ഉയരമുണ്ട്. 1958 ടിബിലിസിയുടെ 1500 വാർഷികത്തോടനുബന്ധിച്ചാണ് ഇത് നിർമ്മിച്ചത്. ജോർജിയൻ ശില്പിയായ എൽഗുജ ഷെർവാഷി ഡെസെ എന്ന ശില്പിയാണ് ഈ പ്രതിമ നിർമ്മിച്ചത്. ഇടത് കൈയിൽ വൈൻ കപ്പ്, അതായത് അതിഥികളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ജോർജിയൻ ജനങ്ങളുടെ സൽക്കാര മനോഭാവമാണ് ഇത് കാണിക്കുന്നത്. വലത് കൈയിൽ വാൾ, ശത്രുക്കൾക്ക് എതിരെ അവരുടെ ധൈര്യവും പ്രതിരോധ മനോഭാവവും കാണിക്കുന്നതാണ്. ഈ കാണുന്നതാണ് ടിബിലിസിയിലെ ഒരു ഓർത്തഡോക്സ് ചർച്ച്, ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ ഓഫ് ടിബിലിസി. ഇതിൻ്റെ വിശദമായ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിലിട്ടുണ്ട്, കാണാത്തവർ ഒന്ന് കാണണേ. ടിബിലിസിയിലെ പ്രശസ്തമായ കൺസെർട്ട് ഹാൾ ആൻഡ് എക്സിബിഷൻ സെൻ്ററാണ് ഈ കാണുന്നത്. ഈ ബിൽഡിങ്ങിനെ ട്യൂബ് ബിൽഡിംഗ് എന്നും വിളിക്കാറുണ്ട്. കാരണം കെട്ടിടത്തിൻ്റെ രൂപം വലിയ 2 സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബുകളെ പോലെയാണ്. അതുകൊണ്ടാണ് ആ പേര് വന്നത്. തിക്വാരി നദി അല്ലെങ്കിൽ കുറ നദിയുടെ തീരത്ത് റൈക്കെ പാർക്കിനോട് ചേർന്നാണ് ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്ത ഇറ്റാലിയൻ ആർക്കിടെക്റ്റായ മിസി മിലാനോ ആൻഡ് ഡൊറിയാന ഫ്യൂക്കസും ചേർന്നാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തത്. ഇതിലെ ഒരു ട്യൂബ് കൺസെർട്ട് ഹാളിലും മറ്റേത് എക്സിബിഷൻ ഹാളുമായിട്ട് പ്രവർത്തിക്കുന്നു. ഈ കാണുന്ന കെട്ടിടം ഇവിടുത്തെ പബ്ലിക് സർവീസ് ഹാളാണ്. ഒരു ഫ്ലവറിൻ്റെ സമാനമായ രൂപവും പിന്നെ ഒരു മഷ്റൂമിൻ്റെ ഷേപ്പും. ഇത് നഗരത്തിൻ്റെ ഒരു പ്രധാന ആകർഷണമാണ് ഈ കെട്ടിടം. ടിബിലിസിയിലെ തിക്വാരി അല്ലെങ്കിൽ കുറ നദിക്ക് മുകളിലൂടെ കടന്നു പോകുന്ന ഒരു പെഡസ്ട്രിയൻ ബ്രിഡ്ജാണ് ഇത്. ബ്രിഡ്ജിൻ്റെ പേരാണ് ബ്രിഡ്ജ് ഓഫ് പീസ്. ഇതിൻ്റെ നിർമ്മാണം 2010 പൂർത്തിയായത്. ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു മോഡേൺ സ്റ്റൈലിലുള്ള ഒരു ബ്രിഡ്ജാണിത്. തിക്വാരി നദിയുടെ അല്ലെങ്കിൽ ഖുറ നദിയുടെ കരയിൽ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളിയാണ് മെറ്റേക്കി ചർച്ച് ഓഫ് ദ വെർജിൻ മേരി. 13ാം നൂറ്റാണ്ടിൽ രാജാവായ ദമേത്രെ രണ്ടാമൻ നിർമ്മിച്ചതാണ് ഈ പള്ളി. ഈ പള്ളിയുടെ സമീപത്തായി കിങ് വാങ് താങ് ഗോർക്കസാലിയുടെ കുതിരപ്പുറത്തിരിക്കുന്ന ഒരു പ്രതിമയും കാണാം. ടിബിലിസിയിലെ ഫ്രീഡം സ്ക്വയർ അല്ലെങ്കിൽ ലിബർട്ടി സ്ക്വയർ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഗ്രാനൈറ്റിലും ബ്രോൺസിലും നിർമ്മിച്ച 35 മീറ്റർ ഉയരമുള്ള ഒരു സ്തംഭവും അതിനു മുകളിൽ സെൻറ്റ് ജോർജ് പുണ്യവാളൻ്റെ ഒരു പ്രതിമയും കാണാം. ജോർജിയയുടെ രക്ഷാധികാരിയായ വിശുദ്ധൻ കുതിരപ്പുറത്ത് ഡ്രാഗണിനെ വധിക്കുന്ന ഒരു രൂപമാണ് അതിൻ്റെ മുകളിൽ ഉള്ളത്. ഫ്രീഡത്തിൻ്റെയും ദേശീയ അഭിമാനത്തിൻ്റെയും ഒരു പ്രതീകമാണ് ഈ സ്തംഭം. ഈ കാണുന്നത് ജോർജിയൻ പാർലമെൻറ്റ് ബിൽഡിംഗ് ആണ്. ദീർഘകാലം ജോർജിയൻ പാർലമെൻറ്റിൻ്റെ പ്രധാന ആസ്ഥാനമായിരുന്നു ഇത്. ഇന്ന് പാർലമെൻറ്റ് ഭാഗികമായി കുട്ടൈസിയിലേക്ക് മാറ്റിയെങ്കിലും ടിബിലിസിയിലെ ഈ കെട്ടിടം ഇപ്പോഴും ഭരണ രാഷ്ട്രീയ ചടങ്ങുകൾക്ക് പ്രധാന കേന്ദ്രമാണ്. ഹീറോ സ്ക്വയറാണ് ഈ കാണുന്നത്. ഈ സ്മാരകം രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച
വീരന്മാർക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. ഹീറോസ് സ്ക്വയറിന് ചുറ്റും വളഞ്ഞ റോഡുകളും ഹൈവേ കണക്ഷനുകളും ഉള്ളതിനാൽ ടിബിലിസിയിലെ പ്രധാന ട്രാഫിക് സർക്കിൾ മേഖലയാണ് ഇത്. ഇനി നമ്മൾ പോകുന്നത് ടിബിലിസി ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള റൈക്കെ പാർക്കിലേക്കാണ്. ഇതൊരു ഹോട്ട് എയർ ബലൂണാണ് കേട്ടോ. TBC ബാങ്ക് ജോർജിയ അവരാണ് ഇത് സ്പോൺസർ ചെയ്തത്. അതുകൊണ്ട് തന്നെ TBC ബാങ്ക് ബലൂൺ എന്ന് പറയാറുണ്ട്. ഇത് കെട്ടിയിട്ടിരിക്കുന്നൊരു ബലൂണാണ്. അത് ത്രെഡഡ് ബലൂണാണ്. അതായത് നിലത്ത് നിന്നുകൊണ്ട് കേബിൾ കൊണ്ട് ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ സുരക്ഷിതമായി ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാം. ഇതിൽ ഒരേ സമയം ഏകദേശം 20-25 ആൾക്ക് സഞ്ചരിക്കാൻ കഴിയും. ഇത് ഏകദേശം 150 മീറ്റർ വരെ ഉയരത്തിൽ പോകും. ഇതിൽ കയറിയാൽ ടിബിലിസി നഗരത്തിൻ്റെ ഒരു 360 വ്യൂ കിട്ടും. ഇത് ഈ പാർക്കിലെ ഒരു വാട്ടർ ഫൗണ്ടനാണ്. ഇത് രാത്രി കാണാൻ നല്ല ഭംഗിയാണ്. കഴിഞ്ഞ നൈറ്റ് ലൈഫ് വീഡിയോയിൽ ഇതിൻ്റെ രാത്രി കാഴ്ചകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട കൺസേർട്ട് ഹാൾ ആൻഡ് എക്സിബിഷൻ സെൻറ്റർ ഇല്ലേ, അതിൻ്റെ അടുത്തുനിന്നുള്ളൊരു വ്യൂ ആണ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ട്യൂബ് ബിൽഡിംഗ്. ട്യൂബിൻ്റെ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്, അതാണ് ആ പേര് വന്നത്. ഇത് ഈ റൈക്ക പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ബ്രിഡ്ജ് ഓഫ് പീസ്. അതിൻ്റെ അടുത്തുനിന്നുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. അടുത്തതായി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു ലവ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഇതാണ് ലവ് ബ്രിഡ്ജ്. ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടാൽ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിറച്ച് താഴെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടേക്കുന്നത്. നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനത്തെ ലവ് ബ്രിഡ്ജുകളൊക്കെ. ആ കാണുന്ന വഴിയിലൂടെ അതിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ മുന്തിരിക്കൊലകളൊക്കെ നല്ല പാകമായിട്ട് വരുന്നുള്ളൂ. ഇവിടെ ഒരു ലവ് ബ്രിഡ്ജ് ഉണ്ട്. ഇത് ഇച്ചിരി പഴയതാണെന്ന് തോന്നുന്നു കേട്ടോ. വാട്ടർഫാളിലേക്ക് പോകുന്ന വഴി
അടച്ചിട്ടിരിക്കുകയാണ്. എന്തോ പണി നടക്കുന്നുണ്ട് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോരാം. ഈ ബിൽഡിങ്ങൊക്കെ കുറച്ച് പഴക്കം ചെന്നാണ്. നല്ലൊരു പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ടിബിലിസിയിൽ വേറെയും കുറേ കാഴ്ചകളുണ്ട്. ടിബിലിസിയിലെ ഞങ്ങൾ കണ്ട കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ ടിബിലിസിയിലെ പകൽ കാഴ്ചകൾ കണ്ടിട്ട് റൂമിലേക്ക് തിരിച്ചെത്തി. അടുത്ത എപ്പിസോഡിൽ ജോർജിയയുടെ മറ്റു കാഴ്ചകളായിട്ട് വരാം.